അതെ, ഞാൻ പോലീസിന്റെ കൂടെ റിപ്പോർട്ട് വരണം. കാരണം നമ്മൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവർ കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ലയെന്നുള്ളത് ഇല്ല ഞാൻ തീർച്ചയായും പറയുന്നില്ല. പക്ഷെ പരിശോധിച്ചിട്ട് വേണം. അത് പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത്. ഞങ്ങൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്ര പറയാം. ഇല്ല, ഞാനിപ്പോൾ പറയട്ടെ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പത്രക്കുറിപ്പിൽ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ഡിബേറ്റിന്റെ നമുക്ക് നിൽക്കേണ്ട കാര്യം അങ്ങനത്തെ അല്ല ഇഷ്യൂ. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അത് എല്ലാവരും സഹകരിക്കണം. ഓക്കെ, പരാതിയെല്ലാം നടപടിയെടുക്കുമല്ലോ. പിന്നെ ഞങ്ങൾ അവരെ നോട്ടീസ് കൊടുത്ത് വിളിക്കും. ഇതിനകത്ത് ഉത്തരം പറയേണ്ട ഭാഗത്തല്ല അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു രീതി അതോറിറ്റി എടുക്കും. കാരണം ഇത് ഒരുപാട് കാലം നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. അത് ചെയ്യും. ഒരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസം GCD ഉദ്യോഗസ്ഥരോട് എത്തിയപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജ് പണിയുന്നുണ്ടായിരുന്നു, അത് പാടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതടക്കം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിരോധനം കത്തിക്കാൻ മാത്രമാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയുന്നത്. അതെ, ഒരു വശമുണ്ട്. വേറെ ഒരു പർപ്പസും ഇല്ല. ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നില്ല. ആരും അതിനൊന്നും നിന്നിട്ടില്ല. അത് മാത്രമേ ചെയ്തുള്ളൂ. അത് കുറെ കൂടി സേഫായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നടന്നിട്ടില്ല എന്നുള്ള സംഭവം. നമുക്ക് ഇതിൽ കൂടുതൽ ഇതിനകത്തൊരു ഡിബേറ്റിന് സ്കോപ്പ് ഇല്ല. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, കളി വരുമ്പോൾ വയ്ക്കും. പിന്നെ റെഗുലറായിട്ട് അങ്ങനെ വെക്കാൻ അവിടെ ആരും പോകില്ല. റെഗുലറായിട്ട് ആരും അങ്ങോട്ട് പോകില്ല. പോലീസ് പലതവണ GCDക്ക് കത്ത് നൽകിയതാണെന്ന് പറയുന്നു. ക്യാമറ സ്ഥാപിക്കണം, പല പല കാരണങ്ങൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആളുകൾ 10,000 15,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്ന സ്റ്റേഡിയത്തിൽ ക്യാമറകൾ വേണ്ടതല്ലേ? ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പത്രക്കുറിപ്പിൽ പരിശോധിച്ചതിന് ശേഷം കൂടി ചേർക്കാം. ഓക്കെ, ടർഫിന്റെ അവസ്ഥ നമുക്ക് കണ്ടറിയാം. നിറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റും അടക്കം ഇത്രയും ഒരു പരിപാടി നടക്കുമ്പോൾ അതില് എല്ലാ ഭാഗത്തും വീഴ്ച. അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടെന്ന് കരാറിലുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഡാമേജ്. പിന്നെ കുറച്ച് കുട്ടികൾ 10-12,000 പേര് വന്നത് ടർഫിലേക്ക് കയറിയില്ലെങ്കിൽ അങ്ങോട്ട് കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ കുറച്ചേ പോയിട്ടുണ്ടാവുള്ളൂ. മേജറായിട്ടുള്ള ലാപ്സൊന്നും കാണുന്നില്ല. ഉണ്ടെങ്കിൽ അതിന് ഇവരെ കൊണ്ട് തന്നെ നമ്മൾ പണി. ടർഫ് എന്ന് പറയുമ്പോൾ പുൽത്തകടി ആകെയല്ല കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. അകത്ത് കയറാൻ അകത്ത് കൊടുത്തത് ദിവ്യ ഉണ്ണിക്ക് മാത്രമേ കൊടുത്തത്. ഒരു സിംഗിൾ അത് കരാറിൽ കൃത്യമായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുൽത്തകയുടെ മെയിൻ പാർട്ട് കോർട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിള്ളേരുടെ കുട്ടികൾ നിന്നത്. അവിടെ അവർക്ക് നിൽക്കാൻ പറ്റും. വേറെ സ്ഥലം പിന്നെ ഗാലറിയിലേക്ക് കയറി നിൽക്കണം. അപ്പോൾ കളിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്തത്. ഈ ഒരു സംഭവം ഒഴിച്ചാൽ ഒരു തർക്കവും വരില്ലായിരുന്നു. ഈ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിബേറ്റ് ഒന്നും നടക്കില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ ഫ്യൂച്ചറിൽ ചെയ്യും. അതായത് സ്റ്റേഡിയത്തിന്റെ പ്രശ്നമല്ല ഇപ്പോൾ പറയുന്നത്. സ്റ്റേഡിയത്തിന്റെ കൈവരി അടക്കം നല്ല സ്ട്രോങ് ആയ കൈവരിയായിരുന്നു. പക്ഷെ ആ കൈവരി മറികടന്ന് അതിന്റെ മുകളിലേക്ക് സ്റ്റേജ് കിട്ടും. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിശദീകരിച്ചത് അത് തന്നെയാണ്. അപ്പോൾ അതിന്റെ പശ്ചാത്തലം മുഴുവൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് ഒരുപാട് റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കേണ്ടി വരും. ഇന്നത്തെ പത്രക്കുറിപ്പിൽ ഞങ്ങൾ പറയേണ്ട 3-4 പോയിന്റ് പറയും. ക്യാമറ ബ്ലാസ്റ്റേഴ്സിന്റെ പാർക്കിംഗ് കണ്ടീഷൻ ആണോ? പിന്നെ അതിന്റെ ഉടമസ്ഥാവകാശം ഇപ്പം ബ്ലാസ്റ്റേഴ്സിനാണ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ പരിപാടികൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഞങ്ങൾ അതടക്കം റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് ഫുൾ ടൈം ഓൺ ആക്കും. ഫുൾ ടൈം വർക്കിംഗ് കണ്ടീഷൻ. ഗ്രൗണ്ടിനകത്ത് വേണ്ടി വരില്ല. അകത്തേക്കാരും പോകില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടന്ന സാഹചര്യത്തിൽ അത് ഓൺ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതുണ്ട്. എനിക്ക് നോക്കിയിട്ട് വേണം പറയാം. ഞാൻ പറയാം, റിപ്പോർട്ടിൽ പറയാം. സ്റ്റേഡിയത്തിന്റെ അകത്ത് തന്നെ ആംബുലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നലെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. എംഎൽഎ താഴെ വീണപ്പോൾ പോലും ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങി എംഎൽഎ എടുത്തിട്ട് വന്നും പുറത്തുനിന്നാണ് ആംബുലൻസ് വിളിച്ചു പോയത്. ആ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കാം. കാരണം വണ്ടി അകത്ത് കയറ്റി ഗ്രൗണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ഡാമേജ് ഉണ്ടാവും. ഒരു വണ്ടിക്കേറ്റ് അനുവാദം കൊടുത്തുള്ളൂ, ആംബുലൻസ് മാത്രം. കാരവൻ ഉണ്ടായിരുന്നു. അത് പുറത്തല്ലേ? കാരവൻ ഞങ്ങളിപ്പോ വിട്ടിട്ടില്ല. കാരവൻ ടർഫ് കോർട്ടിനകത്തേക്ക് കയറിയോ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് അവർ കയറാൻ ശ്രമിച്ചു. അതിന്റെ പുറത്തിടണം നിർബന്ധിച്ച് മാറ്റി ആണല്ലേ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്.